ഇന്നത്തെ റെസിപ്പി വാഴക്കൂമ്പ് കൊണ്ട് ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. അതപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ഇതൊക്കെ എടുത്ത് നമുക്ക് കളയണം. ഇതൊന്നും ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യത്തില്ല. വാഴക്കൂമ്പ് സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ചെറിയൊരു വാഴക്കൂമ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ടിത് ചെറുതായിട്ട് അരിയണം. ഇതിൻ്റെ മോൾ വശത്തെ ബ്ലാക്ക് സാധനമില്ലേ, അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഇത് മാത്രം മതി. ഇതാണ് നല്ലത്. ചിലരാണെന്നുണ്ടെങ്കിൽ അതും കൂടെ വെച്ചിട്ടാണ് അരിയുന്നത്. പക്ഷേ അത് ടേസ്റ്റ് കാണത്തില്ല, ഒരുമാതിരി ചവർപ്പ് ടേസ്റ്റ് ആയിരിക്കും വരുന്നത്. ഇതാകുമ്പം അതിൻ്റെ ഒറിജിനൽ വാഴക്കൂമ്പിൻ്റെ അതേ സംഗതി മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ക്രഷ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒത്തിരി അരയുകയും ചെയ്യരുത്, എങ്കിൽ അരയുകയും വേണം. ആ ഒരു ഇതിൽ വേണം നമുക്ക് ചതച്ചെടുക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത്. ഇതിനകത്ത് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. ഇതേപോലെ ഞാൻ വെള്ളമൊന്നും ഒഴിക്കാതെ ഇങ്ങനെ ക്രഷ് ചെയ്താണ് എടുത്തേക്കുന്നത്. ഇത്രേ പാടുള്ളൂ. ഇതിനേക്കാളും കൂടുതലിട്ട് മിക്സിയിലിട്ട് അടിക്കാൻ പാടില്ല. എന്നിട്ട് അതിനകത്ത് നമ്മൾ ഒരു പൊട്ടറ്റോ, അതായത് നമ്മുടെ വാഴക്കൂമ്പിന് അനുസരിച്ചിട്ട് വേണം പൊട്ടറ്റോ ഇടാനും. സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 2 പീസിൻ്റെ ബ്രെഡില്ലേ, ബ്രൗൺ ബ്രെഡാണ്, അത് പൊടിച്ചതും കൂടെ ഇതിനകത്തിട്ട് കൊടുക്കണം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം. അതിനുശേഷം കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ, നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കാം. ഞാനിവിടെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇത് മിക്സ് ചെയ്യുമ്പം ഇതിനകത്ത് വെള്ളമൊന്നും കാണത്തില്ല. നമ്മൾ പൊട്ടറ്റോയും അതേപോലെ ബ്രെഡ് ക്രംസൊക്കെ ഇടുന്നത് കൊണ്ട് നന്നായിട്ട് നല്ല ഡ്രൈ ആയിട്ട് ഇതേപോലെ ഇരിക്കും. കുറച്ച് കരിയാപ്പിലയാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിടണം. കരിയാപ്പിലയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു മണവും നല്ലൊരു ഫ്ലേവറും രുചിയാണ്. ഞാൻ ഇതെല്ലാം കൂടെ ഈ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. ഒരു 7 പീസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എഗ്ഗിൻ്റെ വൈറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന അതേപോലെയാണ്, പക്ഷേ ടേസ്റ്റ് വാഴക്കൂമ്പിൻ്റെ ടേസ്റ്റാണ്. പക്ഷേ ചൂടോടെ കഴിക്കണം, അതാണ് ടേസ്റ്റ്. തണുത്ത് കഴിയുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആവും, പക്ഷേ എങ്കിലും നല്ല ടേസ്റ്റായിരുന്നു. നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടി ഇടുമ്പോൾ ഇതിന് പ്രത്യേക ടേസ്റ്റായിരുന്നു. അപ്പം ഞാൻ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണേ. അതേപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാഴക്കൂമ്പൊക്കെ വളരെ സോഫ്റ്റാണ്. അതൊക്കെ കുറച്ച് നല്ല ഡ്രൈ ആയിട്ട് മുരിഞ്ഞു വരണം. വലിയ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. ഇത് നോക്കിക്ക് കട്ട്ലറ്റാണെന്നേ പറയത്തുള്ളൂ, അതായത് നമ്മളുടെ ചിക്കൻ കട്ട്ലറ്റാണെന്നേ പറയത്തുള്ളൂ അല്ലേ കണ്ടാൽ. വെജിറ്റേറിയൻ ആൾക്കാരൊക്കെ ഇതേപോലെ എപ്പോഴും വാഴക്കൂമ്പ് കൊണ്ട് കട്ട്ലറ്റ് ഉണ്ടാക്കാറുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. അതേപോലെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.